പറഞ്ഞോളൂ. ഇനിയുണ്ടോ? ഒരുപാടുണ്ട്. ഉം. ഓക്കെ, ചേച്ചി ഇങ്ങള് താങ്ങൂല, ജയിച്ചാലും കളി നിർത്താത്ത ടീംസ് ആണ്. അപ്പോ പറഞ്ഞു ഉദ്ദേശിക്കുന്നത് ചേച്ചി ശരിക്കും അങ്ങനെയാണോ? താങ്ങൂല. ചേച്ചിക്ക് താങ്ങൂല, കളി നിർത്താത്ത ടീംസ് ആണ് അവര്. അപ്പം എന്റെ പൊന്നു കുഞ്ഞൻ, നീ ഇല്ലേ, നീ ഇപ്പൊ പറഞ്ഞ ഈ കമന്റിന് നിന്റെ മോന്ത തലയെ കൂടാണ് ഞാൻ ഈ വെള്ളം ശരിക്കും നിർത്ത്. നീ എന്റെ കിച്ചുവിന്റെ ഏജ് ആയിപ്പോയി. എന്നാ വൃത്തികെട്ടതാടി നീ. ഇതിനാണോ നീയൊക്കെ എന്നെ വിളിച്ചു വരുത്തിയത്? കിച്ചുവിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടായി രേണു സുധി ഉണ്ടായി ദുബായിൽ പോയി. അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതേ കണക്കുണ്ടായി ഒരു ഇൻ്റർവ്യൂ എടുക്കണമെന്ന് പറഞ്ഞ് രേണു സുധിയെ വിളിക്കുകയും ഒരുപാട് മോശമുള്ള കമൻറ്റുകൾ ഇതേ കണക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ എന്തുവാണ് പറയുന്നത്? അത് സംസാരിക്കുന്ന വിധം നോക്കിക്കഴിഞ്ഞാലും ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ്, ആരെങ്കിലും ഭയങ്കരമായിട്ട് വൈറലാവുക അല്ലെങ്കിൽ ഇതേപോലെ ഭയങ്കര നെഗറ്റീവ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂവിന് വിളിക്കുക, എന്നിട്ട് അവരെയും ഭയങ്കരമായിട്ട് അവിടെ ഇരുത്തി ഭയങ്കരമായിട്ട് നാറ്റിക്കുക അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമത്തിലാക്കുന്ന രീതിയിലൊക്കെ ആക്കിയതിന് ശേഷം ഉണ്ടെങ്കിൽ അവർക്കൊരു TRP കിട്ടാനും അല്ലെങ്കിൽ അധികം ആൾക്കാർ വ്യൂസ് കാണാനും വേണ്ടിയുള്ളത് തന്നെ ചെയ്യുന്നതാണ്. എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഒരു നാണമില്ലാത്ത രീതിയിൽ വിളിച്ചു വരുത്തിയവരെ ഭയങ്കര മോശമുള്ള രീതിയിൽ അപമാനിച്ചായിരിക്കും വിടുന്നത്. അതിനുണ്ടെങ്കിൽ രേണുസുധി മറുപടിയും കൊടുക്കുന്നുണ്ട്. സോ മാക്സിമം ഉണ്ടെങ്കിൽ ഇങ്ങനത്തുള്ള ഷോയിലൊന്നും പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക.